അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു ആശുറ ദിനത്തിലെ പ്രത്യേക മജ്ലിസും കഴിഞ്ഞ് പള്ളിയിൽ നിന്നും അത്തിയത്ത് ഇബ്നു ഖലഫ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നൊരു സ്ത്രീ മുന്നിലേക്ക് നടന്നു വന്നു. അള്ളാഹു അവനെ മുൻനിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ മടക്കി അയക്കരുത്. ഈ മക്കൾക്ക് വാപ്പയില്ല, ഇവർക്ക് ഭക്ഷണം നൽകാൻ എൻ്റെ അടുക്കൽ ഒന്നുമില്ല. നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ യാചിക്കുന്നത് എൻ്റെ പതിവല്ല, ഞാനൊരു സയ്യിദത്താണ്. നിറഞ്ഞ കണ്ണുകളോടെ ഇത്രയും ആ ബീവി പറഞ്ഞൊപ്പിച്ചു. പണക്കാരനായിരുന്നെങ്കിലും പിന്നീട് ദരിദ്രനായി തീർന്ന വ്യക്തിയാണ് കഥാപുരുഷൻ. ഞാൻ എന്ത് ചെയ്യും റബ്ബേ, ഇവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ആകെ ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രമാണല്ലോ ഉള്ളത്. അദ്ദേഹം ആത്മകഥം ചെയ്യാൻ തുടങ്ങി. ആകെയുള്ള ഈ വസ്ത്രം ഊരി നൽകിയാൽ ഞാൻ നഗ്നനാകും. ഇവർക്ക് ഇത് നൽകിയില്ലെങ്കിൽ എൻ്റെ പേരമക്കൾ വന്ന് ചോദിച്ചിട്ട് നീ എന്താണ് നൽകാത്തത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ആകെ വിഷണ്ണനായി അദ്ദേഹത്തിൻ്റെ കണ്ണും കൽബും വേദന കൊണ്ട് നിറഞ്ഞു. അവസാനം അവർ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്നോടൊപ്പം വീട്ടിലേക്ക് വരിക, കയ്യിലുള്ളത് എന്താണെങ്കിലും ഞാൻ തരാം. അങ്ങനെ ബീവിയും മക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. വാതിൽക്കലെത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, അകത്തേക്ക് കയറണ്ട. അത്തിയത്ത് ഇബ്നു ഖലഫ് റളിയല്ലാഹു അൻഹു അകത്തേക്ക് കയറി ഇട്ടിരിക്കുന്ന വസ്ത്രമൂരി വാതിലിൻ്റെ വിടവിലൂടെ അവർക്ക് നൽകി. ആ സമയം നിറഞ്ഞ മനസ്സോടെ അവർ ദുആ ചെയ്തു, അല്ലാഹു നിങ്ങളെ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കട്ടെ. അവർ സന്തോഷത്തോടെ മടക്കി അയച്ച ശേഷം പതിവ് പോലെ മഹാനവറുകൾ ആരാധനകളിൽ മുഴുകി. അല്പസമയം കഴിഞ്ഞു, ഉറക്കിലേക്ക് വഴുതി വീണു. ഉറക്കിൽ മനോഹരമായൊരു സ്വപ്നം കണ്ടു. സുന്ദരിയായൊരു സ്വർഗസ്ഥ സ്ത്രീ തൻ്റെ മുമ്പിൽ ഒരു ആപ്പിളുമായി വരുന്നതും അതിൻ്റെ സുഗന്ധം ഭൂലോകമാകെ അടിച്ചു വീശുന്നതും ഇതെല്ലാം കണ്ട് അതിശയിച്ച് അത്തിയത്ത് റളിയല്ലാഹു അൻഹു ഇത് കണ്ട് അതിശയിച്ച അത്തിയത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആരാണ്? മനസ്സിലായില്ല. അവർ പറഞ്ഞു, ഞാൻ ആശൂറ ആണ്, സ്വർഗത്തിലെ നിങ്ങളുടെ ഇണയാണെന്ന് മറുപടി വന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണമെന്താണ്? അദ്ദേഹം തിടുക്കത്തോടെ ചോദിച്ചു, നിങ്ങൾ ഒരു പാവപ്പെട്ട സയ്യിദത്തായ സ്ത്രീയെ സന്തോഷിപ്പിച്ചില്ലേ? അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണിത്. മറുപടി കേട്ടതും മഹാനവറുകൾ ഉറക്കിൽ നിന്നുണർന്നു. ശരീരമാകെ പ്രത്യേകമായൊരവസ്ഥ, വല്ലാത്ത സന്തോഷം, ചുറ്റും സുഗന്ധം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, റബ്ബിൽ സ്തുതികൾ അർപ്പിച്ചു. അതാ ഞാൻ ഈ കണ്ട സ്വപ്നം സത്യമാണെങ്കിൽ എന്നെ നിന്നിലേക്ക് മടക്കി വിളിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞതും അദ്ദേഹം മഹാനവറുകൾ ലോകത്ത് നിന്ന് യാത്രയായി. അല്ലാഹു ആശൂറായിൻ്റെ എല്ലാ പവിത്രതകളും പ്രതിഫലങ്ങളും അല്ലാഹു നമുക്കും അഹ്ലുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.